ഗൗതം ഇറച്ചി കഴിക്കാറുണ്ടോ? മാംസം കഴിക്കാറുണ്ട്. ഏതൊക്കെ മാംസം കഴിച്ചിട്ടുണ്ട്? എല്ലാ ഒട്ടുമിക്ക നിയമപരമായിട്ട് നാട്ടിൽ വിൽപ്പന ചെയ്യാൻ സാധിക്കുന്ന എല്ലാ മാംസങ്ങളും കഴിച്ചു. ഈ ചിക്കൻ, ബീഫ്, അതുപോലെ തന്നെ മട്ടൺ തുടങ്ങിയ, പോർക്ക് തുടങ്ങിയ നിയമപരമായിട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ അതുപോലത്തെ മറ്റ് മാംസങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട്. ഈ ചില പ്രത്യേകതരം ഇറച്ചികൾ കഴിക്കാൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമായി കരുതുന്ന ആളുകളുണ്ട്. പക്ഷെ അത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ളതാവണം എന്നതാണ് പ്രശ്നം. പക്ഷെ ഇവിടെ അത് ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ മലപ്പുറത്ത് ഇപ്പോൾ വീണ്ടും ചർച്ചയിലേക്ക് കയറി വന്നിരിക്കുന്നു. ചില പ്രത്യേക ഇറച്ചികൾ അവിടെ കിട്ടും എന്നാണ് അറിയുന്നത്. എന്തിൻ്റെ ഇറച്ചിയാണ് മലപ്പുറത്ത് നിന്ന് ഇവർ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്? ഒട്ടകത്തിൻ്റെ ഇറച്ചി. കിലോയ്ക്ക് 700 രൂപയ്ക്ക് മലപ്പുറത്ത് ഒട്ടകത്തിൻ്റെ ഇറച്ചി ലഭ്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ചില പരസ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ. 700 രൂപയാണ്. 700 രൂപയാണ് കിലോ ഇറച്ചിക്ക് 700 രൂപ. അപ്പോൾ ഔഷധ ഗുണമുള്ള ഇറച്ചിയായിരിക്കും അല്ലേ? ഒട്ടകത്തിന്റെ ഇറച്ചി ഔഷധമുള്ള ഇറച്ചിയാണോ എനിക്കറിയില്ല. കിലോക്ക് 700 രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടത്. അപ്പം ഏതാണ്ട് 5ഓളം ഒട്ടകങ്ങളെ അവിടെ എത്തിച്ചിട്ട്, ഈ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഒട്ടകങ്ങളാണ്, അതിനെ ഒരു മാസങ്ങൾക്ക് മുമ്പേ എത്തിച്ചിട്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇതിനെ അറവ് ചെയ്തിട്ട് അതിനെ ഇറച്ചിയാക്കിയിട്ട് വിൽപ്പന നടത്താനാണ് ശ്രമം തുടരുകയുണ്ടായത്. തീരുമാനിച്ചിരുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ് മലപ്പുറത്ത് നടക്കുന്നത്. ഇത് ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിൽ ഇറച്ചികളുണ്ട്, ആവശ്യക്കാർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യമൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. പിന്നാലെ ഇത് വലിയ വിവാദമാവുകയും ചെയ്തു. പോലീസ് ഇതിനെ തടയുകയും ചെയ്തു. നിമിഷം കൊണ്ട് അത് ബുക്കിംഗ് ആയി. അതായത് ഫുള്ള് ബുക്കിംഗ് ആയി. ഇത് ഇവർ വിതരണം ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇതിനിടയിലാണ് പോലീസ് ആരംഭിച്ചു വിതരണം ചെയ്യാൻ. ചില സ്ഥലങ്ങളിൽ ഇത് വിതരണം ചെയ്യാനായിട്ട് ആരംഭം തുടങ്ങി. ചില ആളുകൾ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തു. അപ്പം പോലീസ് അത് ഉടനടി വന്ന് തടയുകയും ചെയ്തു. ഇതിൽ 2-3 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഉറവിടത്തിലേക്ക്, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള ആസൂത്രകൻ എന്നൊരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിലൊരു വലിയ പ്രശ്നമുണ്ട്. ഒന്നാമത്തത്, നമ്മുടെ നിയമം ഒട്ടകത്തെ കൊല്ലാനോ ഒട്ടകത്തിൻ്റെ ഭക്ഷണം ആക്കി കഴിക്കാനോ മാംസം ഭക്ഷിക്കുന്ന ജീവികളുടെ ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടുത്താത്തൊരു കാര്യമാണ് ഒട്ടകം. സംരക്ഷിത മൃഗമായിട്ട് നമ്മൾ കരുതുന്ന, രാജസ്ഥാൻ മരുഭൂമിയിലടക്കം കൊണ്ടുപോകുന്ന ഒരു മൃഗമാണ് ഒട്ടകം എന്ന് പറയുന്നത്. പക്ഷേ ആ ഒട്ടകത്തിൻ്റെ ഇറച്ചിയെ ഇവിടെ വിതരണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആലോചിക്കേണ്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്തെല്ലാമെന്നറിയാമോ? ഒന്ന്, ഇത് കൊണ്ടുവന്നത് എവിടെയാണ്? മലപ്പുറത്താണ്. മലപ്പുറത്ത് ഇത് കൊണ്ടുവരുമ്പോൾ നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് മലപ്പുറത്ത് ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി ആവശ്യക്കാർ വന്നിരിക്കുന്നത്. അത് നിയമവിരുദ്ധമായ കാര്യമാണെങ്കിലും ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ ഒന്നാമത്. നിയമത്തോടുള്ള വെല്ലുവിളിയാണ്. രണ്ടാമത്തത്, ഇതിൽ പല കമൻറ്റുകളും കണ്ടത് എന്താണ്, ഈ അറേബ്യൻ രാജ്യങ്ങളിൽ, ഗൾഫ് നാടുകളിലൊക്കെ ഈ ഒട്ടകത്തിൻ്റെ ജീവിയാണല്ലോ ഒട്ടകം. അതെ, അപ്പോൾ ആ ഒട്ടകത്തിൻ്റെ മാംസം അവിടെ ഭക്ഷിക്കാറുണ്ട്. അങ്ങനെ ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്ന ഗൾഫ് നാടുകളിൽ ആളുകൾ പുഴുങ്ങിയും അതുപോലെ പിന്നെ പല ആൽഫാമാക്കിയിട്ടും എല്ലാം കഴിക്കുന്ന ഈ ഒട്ടകത്തിൻ്റെ മാംസം ഇവിടെ അങ്ങ് അറുത്ത് കുറച്ച് മാംസം വിറ്റാൽ എന്താ എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദ്യം വരുമ്പോൾ ഗൾഫിൽ നടക്കുന്നതെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഒരു റിലീജിയൻസ് എലമെൻറ്റും കൂടെ കടന്നു വരും എന്നുള്ളതാണ്. അതായത് മലപ്പുറത്ത് തന്നെ ഇത് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ആളുകൾ ഇത് പലതരത്തിൽ എന്താണ് ഈ ഒരു ഉപയോഗിക്കാൻ തയ്യാറായി നിൽക്കുന്ന പല ആളുകളും ഉണ്ടായിരിക്കും. അതായത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മലപ്പുറമാണ്. അപ്പോൾ അതിന് ഇവർ നിന്നു കൊടുക്കുകയാണ്. അതായത് നമുക്കറിയാലോ, മലപ്പുറം എന്ന് പറയുന്നത് പല വിഷയങ്ങളിൽ വിവാദമായിട്ടുള്ളൊരു പ്രദേശമാണ് മലപ്പുറം എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ കൂടുതലും കേരളത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ട് തങ്ങുന്നൊരു പ്രദേശം കൂടിയാണ് മലപ്പുറം എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ നാടാണ്, നിഷ്കളങ്കരുടെ നാടാണ് മലപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും രംഗത്ത് വരാറുണ്ട്. അതെ, ഭക്ഷണത്തിൻ്റെ നാടാണ്. വിവാദങ്ങളൊക്കെ ഉയരുന്ന സമയങ്ങളിൽ പക്ഷേ നിയമവിരുദ്ധമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും
മലപ്പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അല്ല, അങ്ങനെ ഇപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെയൊക്കെ പേരിൽ മലപ്പുറമൊക്കെ ഈ പ്രശ്നങ്ങളുടെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നിയമവിരുദ്ധമായി പ്രത്യേകിച്ച് അറേബ്യയിൽ ഇത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയും കൊടുക്കാം ഇവിടെയും വാങ്ങാം എന്ന് പറയുകയും രഹസ്യമായി വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്തിട്ട് പൈസ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുത്ത് ഇത് വാങ്ങിക്കൊണ്ടുപോകുന്ന 700 രൂപയ്ക്കൊക്കെ ഒട്ടകത്തിൻ്റെ മാംസം വാങ്ങിക്കൊണ്ടുപോകാൻ നിൽക്കുന്ന ആളുകൾ ആലോചിക്കുമ്പോൾ ഇതൊരു ആന വെടിയേറ്റ് ആന ചരിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ മലപ്പുറം ആക്രമിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇത് നേരിട്ട് റിലീജിയസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് ഇവരുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നമാണ്. ഡോഗിൻ്റെ കൊല്ലത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവരുടെ പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ ഇത് എന്ത് ചെയ്യപ്പെടും, ഈ പ്രൊജക്റ്റ് ചെയ്യപ്പെടും. ഇത് ഒരു പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ കൂടുതലായി നിൽക്കുന്ന മലപ്പുറം ആയതുകൊണ്ട് തന്നെ ഇത് ഒരു റിലീജിയസ് എലമെൻ്റാണ്, ഇവരുടെ ഉള്ളിൽ ഇതാണ് എന്ന ഒരു പ്രൊജക്ഷൻ അവിടെ വരും. അത് മലപ്പുറത്തെ മതനിരപേക്ഷതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വേദനിപ്പിക്കുന്ന കേരളത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ രംഗത്ത് വരേണ്ടത്. അതെ, മലപ്പുറംകാരാണ് ഇതിനെതിരെ രംഗത്ത് വരേണ്ടത്. മലപ്പുറത്ത് ഉള്ള നല്ലവരായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് മലപ്പുറത്ത്. അവരെയൊക്കെ പറയിപ്പിക്കുന്നതിന് തുല്യമാണിത്. അപ്പം മലപ്പുറത്തെ ജനങ്ങൾ, അത് ജാതിഭേദം ഒന്നുമില്ല, മതം അങ്ങനെയൊന്നുമില്ല, എല്ലാ വിഭാഗം ആളുകളുമാണ് ഇതിനെ എതിർക്കേണ്ടത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറത്ത് തന്നെയുള്ള ആളുകൾ ഇത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായിരിക്കും. ഇതിപ്പോൾ ഈ പല യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ടല്ലോ, ചില ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകളുണ്ട്. ഒട്ടകത്തെ ഇറച്ചി വെച്ച് കഴിക്കുക, എന്താണ് ഡീറിനെ കൊന്നു കഴിക്കുക, പട്ടി ഇറച്ചി കഴിക്കുക, ഭയങ്കര പ്രമുഖമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഈ ഇറച്ചി തിന്നുന്നതിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചാനലാണത്. പ്രത്യേകിച്ച് വേട്ടയാടി കൊല്ലുക, എന്നിട്ട് അതൊരു ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിൽ വന്നിട്ട് അത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വലിയ മില്യൺ അടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരു പക്ഷേ ആളുകൾ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം. പക്ഷെ അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനിത് ചെയ്യുന്നത്, അദ്ദേഹം ഇപ്പോൾ ഒട്ടകത്തെ കൊല്ലുകയാണെങ്കിൽ അത് മറ്റ് രാജ്യത്ത് പോയിട്ടാണ് അത് ചെയ്യുക. ഇന്ത്യയിൽ ഇത് നിയമവിരുദ്ധമാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആ ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് ഈ ഇറച്ചിയുടെ കാര്യം പറയുമ്പോൾ ആ ചാനലാണ് ഓർമ്മ വരുന്നത്. ഈ മയിലിനെ കൊല്ലാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു മയിലിറച്ചിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് വലിയ പ്രതിഷേധം ഇന്ത്യയിൽ ഉയർന്നപ്പോൾ അത് മാറ്റി. സൽമാൻ ഖാൻ ജയിലിലായതല്ലേ? അതെ, സൽമാൻ ഖാൻ ജയിലിലായതാണ്. അല്ല, അത് മാറ്റിവെക്കുകയായിരുന്നു ഒരു യൂട്യൂബർ ചെയ്തത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു റിലീജിയസ് ഡിവൈഡിങ് പൊളിറ്റിക്സിന് ഇടമുണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനെ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്നത് പോലത്തെ ഈ ഇരവാദം മുഴക്കലല്ല വേണ്ടത്, തടയലാണ് വേണ്ടത്. അതായത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തടയാനും ഇത്തരം പ്രവണതകളുള്ള ആളുകളെ നിലയ്ക്ക് നിർത്താനും അതാത് സമൂഹം തന്നെ മുന്നിട്ടിറങ്ങണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചിയുമായി ബന്ധപ്പെട്ട് ഈ അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് ഹിന്ദുക്കൾ ഉണ്ടായിരിക്കും, ക്രിസ്ത്യൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ആര് ചെയ്താലും അത് തെറ്റാണ്. രണ്ടാമത്തത്, ഇത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുക എങ്ങനെയാണ്? ഈ മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങൾ, ഇസ്ലാമിക്, പ്രത്യേകിച്ച് ഇങ്ങനെ കമൻറ്റുകൾ വരികയാണ്, അറേബ്യൻ ഫുഡ്, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഡിവൈഡിങ് ഉണ്ടാക്കാൻ പല ആളുകൾ ശ്രമിക്കും എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ദയവായി നിൽക്കാതിരിക്കുക. നമ്മുടെ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന, അനുശാസിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഈ മതരാഷ്ട്രവാദമൊക്കെ ഉയർന്നു കേൾക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഒരു നാട്ടിലെ നിലവിൽ നിൽക്കുന്ന നിയമ സംവിധാനത്തെ ഒന്നും അനുസരിക്കാൻ പറ്റാതെ തങ്ങളുടേതായിട്ടുള്ളൊരു ജീവിത രീതി തന്നെ വേണം, അല്ലെങ്കിൽ അത്തരം ചിന്താ പദ്ധതികൾ തന്നെ നടപ്പിലാക്കണം എന്ന് കരുതുന്ന ഒരുപാട് ജനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ മതരാഷ്ട്രവാദം ഉയർന്നു വരിക, പാർട്ടീഷൻ ഉയർന്നു വരിക, പ്രത്യേക രാജ്യമൊക്കെ ഉയർന്നു വരിക, അത്തരം ചിന്തകളൊക്കെ. അപ്പം നിലവിലുള്ള ഇന്ത്യൻ നിയമ സംഹിതയെ അനുസരിക്കുന്ന ജനവിഭാഗങ്ങളാണ്, ഭരണഘടനയെ അനുസരിക്കുന്ന ജനവിഭാഗങ്ങളാണ് നാടിൻ്റെ ശ്രേയസ്സിനും അതോടൊപ്പം തന്നെ പാർത്ഥൻ പറഞ്ഞ പോലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതെ ഒരു നല്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിന് നന്മ ചെയ്യുക എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആളുകളാണ്. അപ്പം അത്തരം ചിന്തകളൊക്കെ, അതില്ലാത്ത ചിന്തകളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാടിന് തന്നെ അബദ്ധമാകുന്ന വിഘാതം ഉണ്ടാക്കുന്നത് അത്തരം ചിന്താ പദ്ധതികളാണ്. ഇപ്പോൾ ഈ
നോൺ വെജ് തിന്നുന്നത് തന്നെ പ്ലാനറ്റിന് തന്നെ വലിയ ദോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ചർച്ചകളും ഡിബേറ്റുകളൊക്കെ ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ക്ലൈമറ്റ് ചേഞ്ചിന് ഈ ഈ മൃഗങ്ങളെ കൊല്ലുന്നതും മനുഷ്യൻ്റെ ഈ നോൺ വെജ് ഈറ്റിംഗ് ഒക്കെ ഇതിന് കാരണമായി തീരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, അതുപോലെ തന്നെ ഇത് ഡീഫോറസ്റ്റേഷൻ, അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ ഈ മൃഗങ്ങളെ തിന്നുന്നത് വലിയൊരു കാരണമാണെന്നാണ് പഠനങ്ങൾ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ലോകം മറ്റൊരു രീതിയിലേക്ക് മാറി തീരുകയാണ് ചെയ്യുന്നത്. അല്ല, അത് വളരെ ശരിയാണത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ള ഇടത്തോളം ഇതൊക്കെ വലിയൊരു ഒരു സ്വപ്നമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അത് എല്ലാവരുടെയും അധികാരവും അർഹതയും അവകാശവും കൂടെയാണ്. നമുക്ക് എന്തായാലും ആ കാര്യത്തിൽ ഊന്നിയല്ല നമ്മൾ സംസാരിച്ചത്, പക്ഷേ അത് അങ്ങ് പറഞ്ഞതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ പുറത്ത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ.